യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്നെയല്ല, സാക്ഷാൽ ലോകമാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. കൊലപാതകത്തിന് ശേഷം ആരെങ്കിലും ഉടുപ്പൂരി അലമാരി വെക്കുമെന്ന് നിന്റെ മോൻ കോടതി ചോദിച്ചു. അതിന് അടിയ വക്കീല് പറഞ്ഞത് എന്താണെന്നറിയാവോ? അതെന്ത് കേസായിരുന്നു? അമേരിക്കയിലെങ്ങാണ്ട് നടന്ന കേസാ അമ്മ. അതായത് ആളുകളെ കൊല്ലാനുള്ള വാസനയുള്ളവര് കൊന്നവരുടെ സാധനങ്ങള് എടുത്ത് സൂക്ഷിച്ചു വെക്കും. ടൂറ് പോയി വരുന്നവര് കണ്ട സ്ഥലത്തിന്റെ ഓർമ്മയ്ക്ക് സോവനീസ് ഒക്കെ സൂക്ഷിച്ചു വെക്കില്ലേ? അങ്ങനെ. മധു, അനാവശ്യം പറയരുത്. ആരെ പറ്റിയാ പറയുന്നെന്ന് ഓർക്കണം. എന്റെ മകന്റെ ഭാര്യ അവള്. ആരോടാണ് ഇങ്ങനെയൊക്കെ അവൾ ചെയ്യുന്നെന്ന് നിന്റെ മകനും ഓർക്കണമായിരുന്നു. അമ്മ എന്ത് ചെയ്തെന്നാ? അമ്മ കണ്ടോ പൂജ അങ്ങനെയൊക്കെ ചെയ്തു? എനിക്കിന്ന് മധു കണ്ടോ? പോലീസ് പിന്നെ വെറുതെ പറയുവോ? അമ്മേ, പോലീസ് പറയുന്നത് മാത്രമാണോ സത്യം? ഒരാള് പറയുന്നതാണ് സത്യമെങ്കിൽ അരുണിമ ചേച്ചി പറയുന്നത് സത്യമാണെന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അരുണിമ ചേച്ചിയാണോ അമ്മയെ സാക്ഷി കൊന്നത്? അനാവശ്യം പറയരുത്. നിന്റെ മകന്റെ അവന്റെ ഭാര്യയുടെയും കള്ളക്കളികളില് കുടുങ്ങിപ്പോയതാ എന്റെ മോള്. അമ്മയുടെ മോളുടെ കാര്യം വരുമ്പോ അത് കള്ളക്കളി, എന്റെ മരുമകളുടെ കാര്യം വന്നപ്പോ അത് ശരിക്കും നടന്നത് അല്ലേ അമ്മേ? കോടതിയും വക്കീലും ഒന്നും അല്ലമ്മേ. സാക്ഷാൽ ഹരിചന്ദ്രൻ തന്നെ വന്ന് സാക്ഷി പറഞ്ഞാലും എന്റെ പൂജ മോള് തെറ്റുകാരിയാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. ലോകത്ത് ഈ ഒരു കോടതി മാത്രമല്ലല്ലോ ഉള്ളത്. ഏതറ്റം വരെ പോകേണ്ടി വന്നാലും എന്റെ മോള് തെറ്റുകാരി അല്ലെന്ന് എന്റെ മകൻ തെളിയിക്കും. എന്നാ അതൊന്ന് കാണട്ടെ ഞാന്. എന്റെ അനുമോളെ ഈ വീട്ടിൽ നിന്ന് തുരത്താനും അവളുടെ ജീവൻ അപകടപ്പെടുത്താനും തുനിഞ്ഞ നിന്റെ മകനും അവന്റെ ഭാര്യയ്ക്കുമെതിരെ ഏതറ്റം വരെ ഞാൻ പോകടി. നീ നോക്കിക്കോ. അതെന്തായാലും കലക്കിയ ചമ്മ. അമ്മേ, വളരെ പാവമായ ഒരു അച്ഛനും അമ്മയ്ക്ക് ജനിച്ചിട്ടും ഞാൻ എങ്ങനെയാണ് ഒരു ക്രിമിനൽ വക്കീലായി മാറിയതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എന്റെ ഉള്ളിലെ അച്ഛമ്മയുടെ ജീനുമുണ്ട്. ഒരു വക്കീലിന് ആവശ്യമായ കുരുട്ടുബുദ്ധി എനിക്ക് അച്ഛമ്മയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയതാ. പക്ഷെ ഭാഗ്യം, എനിക്ക് അച്ഛമ്മയുടെ ഈ കൊനിഷ്ഠ കിട്ടിയില്ല. നിങ്ങളുടെ സംസാരം ഞാൻ കുറച്ചു നേരം കേട്ടു. ഇതോടുകൂടി പൂജയെ ജീവിതകാലം മുഴുവൻ ജയിലിലടയ്ക്കാന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? എനിക്ക് വാദിച്ച് ജയിക്കാൻ പോയിന്റ്സ് ഇല്ലാത്തതുകൊണ്ടാ ഇന്ന് പൂജയ്ക്ക് ജാമ്യം കിട്ടാതിരുന്നതെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേർക്കും തെറ്റി. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾക്ക് പുറത്തുള്ളതിനേക്കാൾ സുരക്ഷിതത്വം ജയിലിലാണെന്ന് തോന്നിയോണ്ട് അച്ഛമ്മേ ഞാൻ മനഃപൂർവ്വം വിട്ടുപിടിച്ചത്. പ്രിയയുടെ കേസ് ഒരു തീർപ്പാകുന്നതിന് മുമ്പ് പൂജയെ ജാമ്യത്തിൽ ഇറക്കിയാലേ അവളുടെ ജീവൻ എടുക്കാൻ പോലും ഇപ്പൊ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊരു മടിക്കില്ലെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ഇന്ന് കയറി നിന്ന കൂട്ടത്തില് അച്ഛമ്മയുടെ ഒരു 4-5 ചോദ്യം കൂടി മതിയായിരുന്നു. ഇന്ന് നടത്തിയ കള്ളക്കരച്ചില് ശരിക്കുള്ള നിലവിളിയായി മാറിയനെ. വിഷമിക്കണ്ട, ഇനി സമയമുണ്ടല്ലോ. അച്ഛമ്മയോടുള്ള എല്ലാ സ്നേഹത്തോടും കൂടി ഞാൻ പറയുക, 19-ന് കോടതി കൂടുമ്പോ അച്ഛമ്മ എന്റെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അച്ഛമ്മ മാത്രമല്ല, മധു ആന്റിയും. ചോദ്യോത്തരം പഠിപ്പിക്കുന്ന നിങ്ങളുടെ വക്കീലന്മാരെ പോയി കണ്ട് നേരത്തെ തന്നെ നിങ്ങളുടെ കോഴ്സ് തീർത്ത് വെച്ചേക്കും. അമ്മേ, 19-ന് കോടതി ഇന്ന് ഞാൻ പൂജയും കൊണ്ടേ പോരൂ. അമ്മ ധൈര്യമായിട്ടിരിക്കുക. ഇതൊന്നും കണ്ട അമ്മ വിഷമിക്കണ്ട. വാ. മധു, എന്താ അവൻ പറഞ്ഞതിന്റെ അർത്ഥം? നമ്മളെ രണ്ടുപേരെയും കൂട്ടിക്കയറ്റി നിർത്തി വെള്ളം കുടിപ്പിക്കുന്നു എന്നുവെച്ചാ അവന്റെ ഉള്ളിൽ എന്തോ ഉണ്ടമ്മേ, ഒന്നും മനസ്സിലാവുന്നില്ല. നീ പറഞ്ഞിട്ടാ ഞാൻ എല്ലാത്തിനും യേസും കൂടിയത്. അവസാനം വാദി പ്രതിയാവോ മധു? സമാധാനായിട്ട് ഇരിക്കുക. അങ്ങനെയൊന്നും സംഭവിക്കില്ലമ്മേ. ചെല്ല്. എന്തായാലും ആ കമ്മീഷണറെ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയത് നന്നായി സേനാപതി.
ആ അർജുന്റെ പത്യം ഒതുങ്ങാൻ അത് കാരണമായി. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കേസുകളിലും തലയിട്ട് അവൻ കുളമാക്കിയാൽ. ഇതിപ്പോ പ്രോസിക്യൂഷൻ എങ്ങനെ പ്രവർത്തിക്കണമെന്നത് സേനാപതിയല്ലേ തീരുമാനിക്കുന്നത്. എന്നാലും താൻ അവളെ ഒരു സീരിയൽ കില്ലർ ആക്കി കളഞ്ഞല്ലോടോ വക്കീലെ. അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞൊന്നുമല്ല, പ്ലാൻ ചെയ്ത് തന്നെ പോയതാണ്. ശരിക്കും അർജുൻ വക്കീലിനെ എനിക്കറിയാമല്ലോ. പൂജയുടെ മുറിയിൽ നിന്നും അങ്ങനെ ഒരു എവിഡൻസ് കണ്ടെത്തിയതിനെ പറ്റി അർജുൻ ഉറപ്പായും കോടതിയിൽ സംശയം ഉന്നയിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതാരാണ് കൊണ്ടുവച്ചതെന്ന് കോടതിക്ക് ഉറപ്പായും സംശയം തോന്നുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെ ഒരു സാധ്യത തുറന്നു കൊടുത്താൽ ചർച്ച അതിൽ മേലെ മുന്നോട്ട് പോയേനെ. എങ്ങനെ? പൂജയ്ക്ക് അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടോ എന്ന് കസ്റ്റഡിയിൽ വെച്ച് പരിശോധിക്കണമെന്ന ഡിമാൻഡിലേക്ക് നമുക്ക് വാദം മുന്നേറാം. സമ്മർദ്ദത്തിലാകുന്ന കോടതി ഉറപ്പായിട്ടും ജാമ്യം നിഷേധിക്കാനേ തരമുള്ളൂ. എക്സലന്റ് മൂവ്. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ അർജുൻ അതിൽ കയറി പിടിച്ചില്ല. അപ്പോ ഞാനൊന്ന് സംശയിച്ചു. നമ്മൾ ഉന്നയിച്ച പോയിന്റ് അടിസ്ഥാനമില്ലാത്തതാണെന്ന് അവന് വാദിക്കാമായിരുന്നു. പക്ഷേ അവനത് കാര്യമായി ശ്രമിച്ചില്ല. അതിനർത്ഥം മേ ബി ഹി ഹാസ് ഹിസ് ഓൺ പ്ലാൻസ്. ആരെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് മിസ്റ്റർ സേനാപതി. അയാൾക്ക് അയാളുടേതായ വഴികളുണ്ടാവും. ആരായിരുന്നു ഫോണില്? കുറെ നേരമായല്ലോ. അർജുന്റെ വീട്ടിൽ നിന്നായിരുന്നു. മധുമിത. എന്താ തന്നെ വിളിക്കാൻ? എന്നെയല്ല, ഏട്ടനെ വിളിക്കുന്നതാ. കിട്ടിയില്ലെങ്കിലും എടുത്തില്ലെങ്കിലും എന്നെ വിളിക്കും. ആദ്യം അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ അതൊരു സാധ്യതയായി. അവിടുത്തെ നീക്കങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കാവല്ലോ. ഓ, അപ്പോ ഇന്നത്തെ സംസാരത്തിന് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ. നേരം കുറെ ആയല്ലോ വർത്തമാനം. അതാ പെണ്ണുമ്പിള്ള അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ പറഞ്ഞു കേൾപ്പിക്കുകയായിരുന്നു. കാര്യത്തിലേക്ക് വന്നത് അവസാനമാ. ഇന്ന് അർജുൻ മനഃപൂർവ്വം ജാമ്യത്തിനു വേണ്ടി ട്രൈ ചെയ്യാതിരുന്നതാ. എന്നുവെച്ചാ ഇപ്പോഴത്തെ അവസ്ഥയില് അകത്ത് കിടക്കുന്നതാണ് പുറത്തു വരുന്നതിനേക്കാൾ സേഫ് എന്ന് തോന്നിയതുകൊണ്ടാണ് അവനങ്ങനെ ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ സേനാപതി, അവൻ വെറുതെ അല്ല വാദം മുറുക്കാതിരുന്നത്. പിന്നെന്തെങ്കിലും പറഞ്ഞോ അവൻ? 19 കേസ് വിളിക്കുമ്പോഴേ മഹേശ്വരി അമ്മയും മധുമിതയും വെറുതെ വിടില്ല എന്നും ഭീഷണിയുണ്ട്. ആ പെണ്ണും പിള്ള പേടിച്ചെന്നെ വിളിച്ചതാ. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ എന്നറിയാൻ. താനെന്ത് പറഞ്ഞു? ഒന്നും സംഭവിക്കില്ല എന്ന് വാക്ക് കൊടുത്തു. അല്ലാതെ എന്തു പറയാൻ? സേനാപതി, അവൻ എന്തൊക്കെയോ പ്ലാൻ ഉണ്ട് കേട്ടോ. ഉറപ്പായിട്ടും അത് ഞാൻ സേനാപതിയോട് പറഞ്ഞതേ ഉള്ളൂ. അവൻ അവന്റെ വഴിക്ക് വരട്ടെ വക്കീലെ. ആ ഉടുപ്പ് പ്രിയയുടേതാണെന്നും അതിൽ പുരണ്ട ചോര അവളുടേതാണെന്നും പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അവന്റെ അച്ചമ്മയും ആന്റിയും ചേർന്ന. അവൻ അവന്റെ ഭാര്യയെ രക്ഷിക്കുമ്പോ അച്ചമ്മ കൊടുങ്ങാനുള്ള വഴി പോലീസിനെ കൊണ്ട് വക്കീല് ചെയ്യിപ്പിച്ചാ മതി. എന്റെ മകള് മരിച്ചു മരവിച്ച് കിടന്ന ആ വീട്ടിലെ ഓരോരുത്തരും അനുഭവിക്കുന്നത് എനിക്ക് കാണണം ശങ്കറെ. പിന്നെ 19 അവൻ ജാമ്യമെടുക്കാൻ വരുമ്പോഴല്ലേ. അതിനു മുൻപ് ജയിലിൽ നിന്നും ഒരു ദാരുണ വാർത്ത അവനെ തേടിയെത്തിയിരിക്കും. അതുപോലെ അപ്പോ അതങ്ങ് തീരുമാനിച്ചോ? എന്നേ തീരുമാനിച്ചു കഴിഞ്ഞതാണ് ശങ്കറെ. ഇന്നോ നാളെയോ രാത്രി അത് നടന്നിരിക്കും.